ഈ കാണുന്ന വീട് നിങ്ങൾക്ക് പലർക്കും ഓർമ്മയുണ്ടാവും. തിരുവനന്തപുരം കാരക്കമണ്ഡപം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാത്രം മാറി നമ്മൾ നേരത്തെ ഒരിക്കൽ അഡ്വർടൈസ് ചെയ്തതാണ്. ആ പ്രോപ്പർട്ടി ഓൾറെഡി സെയിലായി കേട്ടോ. അതേ ബിൽഡറിൻ്റെ തന്നെ നമുക്ക് കുറച്ചുകൂടെ ലോ ബജറ്റിന്, അതായത് നമ്മൾ ഈ ഒരു ലൊക്കേഷനെ കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ലോ ബജറ്റ് എന്ന് പറയുന്നത് കേട്ടോ. പലരും ലോ ബജറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 50 രൂപ 60 രൂപ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതാണ് ലോ ബജറ്റ് എന്ന് ചോദിക്കാറുണ്ട്. ഈ ലൊക്കേഷൻ അനുസരിച്ചിട്ട് ഈ വീടെന്ന് പറയുന്നത് ഇതിന് കോട്ട് ചെയ്തിരിക്കുന്ന പ്രൈസ് ലോ ബജറ്റാണ്. നമുക്ക് ഏകദേശം 3.5 സെൻറ്റിൽ 1350 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ളത്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ കാരക്കമണ്ഡപം ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ കാരക്കമണ്ഡപം ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന വഴി ഏകദേശം 1.5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയായി. അതായത് മേലാങ്കോട് ജംഗ്ഷൻ വരും, അവിടെ നിന്ന് ഇടത്തോട്ട് തിരിയുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടി കാണാം. ഈ റോഡെന്ന് പറയുന്നത് ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണ്. അത്യാവശ്യം നല്ല വീതിയുള്ള റോഡാണ്. നോക്കിയേ, നമ്മൾ ഈ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സ്ഥലം കിട്ടുന്നുണ്ട്. അതുപോലെ ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് തിരുവല്ലം കൈമനം റോഡിലാണ് കേട്ടോ. നമുക്ക് ആ റോഡിലെ ഇവിടെ നിന്ന് കയറാൻ ഏകദേശം 1.25 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഈ വീടിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം. അകത്തേക്കുള്ള വഴിയും നല്ല വീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു വലിയ വണ്ടി കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്ഥലം കിട്ടുന്നുണ്ട്. കാർ പാർക്കിംഗ് ഇങ്ങനെ കൊണ്ടുവന്ന് നേരെ കൊണ്ടുവന്ന് നമുക്ക് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സൗകര്യമുണ്ട്. നല്ല വീതിയുള്ള വലിയൊരു വണ്ടി നിൽക്കുന്ന രീതിയിലുള്ള സ്പേസാണ്. നമുക്കിതിന് ഈ പ്രോപ്പർട്ടിയുടെ ഇത് വരുന്നത് ഏകദേശം 3.5 സെൻറ്റാണ്. 3.48 സെൻസ് ആണ്. അതിനകത്ത് 1350 സ്ക്വയർ ഫീറ്റിൽ വരുന്ന വീടാണ്. ഇവിടെയും നമുക്ക് അത്യാവശ്യം സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്കിനി ഒരു ബൈക്കൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഗേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തുറന്ന് ഇതുവഴി നമുക്കിവിടെ ഒന്നോ രണ്ടോ അല്ല ഒരു 4-5 ബൈക്കുകളൊക്കെ വെക്കാനുള്ള സൗകര്യം ഈ സ്ഥലത്ത് കിട്ടും. ഇനി നമുക്ക് വീട്ടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. ഇങ്ങനെ ഒരു വരാന്ത സ്പേസിൽ നിന്ന് അകത്തേക്ക് പോവും. നമുക്കിത് ആ മുൻവശത്തുള്ള വാതിൽ കട്ടള എല്ലാം ചെയ്തിട്ടുള്ള ആഞ്ഞിലിയിലാണ്. അകത്തേക്ക് കയറി വരുമ്പോൾ നമുക്കൊരു കോമൺ സ്പേസ് ആണ്. അവിടെ ആയിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുക. അപ്പം ഡൈനിങ്ങും ലിവിങ്ങും കൂടെ ആയിട്ട് ഈ ഒരു സ്പേസിൽ വരും. ഈ ഭാഗത്തായിട്ട് നമ്മുടെ കിച്ചൺ ഏരിയ വരും. കിച്ചണിനകത്ത് ഫുള്ളായിട്ട് മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കാണാം. ഇതിലേക്കുള്ള ഗ്ലാസ് എല്ലാം ഇടാനുണ്ട് കേട്ടോ. ആ വർക്കെല്ലാം തീർത്ത് നീറ്റാക്കി തരും. അതുപോലെ പൈപ്പ് ഫിറ്റിങ്സ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഫിറ്റ് ചെയ്ത് നീറ്റാക്കിയിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരാം. ഈ ഭാഗത്ത് ഫ്രിഡ്ജ് വെക്കാൻ വേണ്ടിയുള്ള ഒരു സ്പേസ് എല്ലാം പ്രൊവിഷൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ പിൻവശത്തേക്കുള്ള ബാക്ക് യാർഡ് ഈ കാണുന്ന പോലെ അത്യാവശ്യം സ്പേഷ്യസ് എന്ന് തന്നെ പറയാം കേട്ടോ. നമുക്ക് ഈ 3.5 സെൻറ്റൊന്നും തോന്നുന്നില്ല. വീട്ടിന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങി നടക്കാനും ഒന്ന് ശ്വാസം വിടാനുള്ള സൗകര്യം കിട്ടുന്നുണ്ട്. നമ്മുടെ വാഷ് ഏരിയ ആ സ്റ്റെയറിൻ്റെ ആ ഭാഗത്തായിട്ടാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. താഴത്തെ നിലയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഇതിനകത്ത് ഈ കാണുന്ന പോലെ 3 പാളിയിലെ കബോർഡ് പ്ലസ് ഒരു ഡ്രോയർ ചെയ്തിട്ടുണ്ട്. ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ വരുന്നത് സോമാനി പോലുള്ള ഫിറ്റിങ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ കാണുന്ന പോലെ ഒരു കോമൺ സ്പേസ് ഉണ്ട്. 2 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂംസ് ആണ് വരുന്നത്. എല്ലാ റൂമുകളിലും നമുക്ക് ഇതുപോലെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ബാത്റൂമിനകത്ത് ഫിറ്റിങ്സ് എല്ലാം സിമിലർ ആണ്. നേരത്തെ പറഞ്ഞതുപോലെ സിമിലർ ഫിറ്റിങ്സ് ആണ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. കബോർഡ് വർക്ക്സ് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ സിമിലർ ആണ്. സൊമാനിയുടെ ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് സ്റ്റേഴ്സിലേക്ക് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് നമ്മുടെ ടെറസിലേക്ക് എൻട്രി വരും. അതുപോകെ നമ്മുടെ മുൻവശത്ത് വലിയൊരു ബാൽക്കണി സ്പേസും വരുന്നുണ്ട്. ഇവിടെ ഇനി ഗ്ലാസിൻ്റെ വർക്കുണ്ട് കേട്ടോ. അത് ഗ്ലാസ് എല്ലാം അവർ ഇൻസ്റ്റാൾ ചെയ്ത് നീറ്റാക്കി നിങ്ങളുടെ കയ്യിലേക്ക് തരും. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം. ഇദ്ദേഹത്തിൻ്റെ തന്നെ നമ്മളൊരു 3-4 പ്രോപ്പർട്ടി ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം പെട്ടെന്ന് സെയിലായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് കോട്ട് ചെയ്യുന്ന പ്രൈസാണ്. ഒത്തിരി അങ്ങ് ഭയങ്കരമായിട്ട് ഹൈയിൽ വെക്കാണ്ട് കറക്റ്റായിട്ട് സെയിലാവേണ്ട വില വയ്ക്കും. ഈ വീട്ടിനും അങ്ങനെ തന്നെയാണ് പ്രൈസ് കോട്ട് ചെയ്തിട്ടുള്ളത്. 59 ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടി കോട്ട് ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞ വിലയെന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള വിലയാണ്. ഇതിൽ വലുതായിട്ടുള്ള നെഗോസിയേഷൻ പ്രതീക്ഷിക്കേണ്ട. വളരെ ചെറിയ രീതിയിലുള്ള ഒരു നെഗോസിയേഷന് സാധ്യതയുണ്ട്. അത് നേരിട്ട് നിങ്ങൾ ഉടമയായിട്ട് സംസാരിക്കുക. 59 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാം.